ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 4 സ്റ്റാർ ഇൻ ദ ജാർ എന്ന പാഠഭാഗമാണ്. ലക്കി ഹാഡ് എ ഹോബി ഓഫ് സെർച്ചിങ് ട്രഷേഴ്സ്. ലക്കിക്ക് ഒരു ഹോബിയുണ്ട്, നിധി തിരയൽ. ട്രഷർ, നിധി. ഇവിടെ നിധി എന്ന് പറയുന്നത് ലക്കി ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ തിരയുന്നതാണ്. ആഫ്റ്റർ എവരി സെർച്ച് ഹി വുഡ് ഗെറ്റ് സംതിങ് സ്പെഷ്യൽ. ഓരോ തിരച്ചിലിലും അവന് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും കിട്ടും. ഹി കെപ്റ്റ് ഓൾ ദ ട്രഷേഴ്സ് ഇൻ എ ബോക്സ്, എ ട്രഷർ ബോക്സ്. അവന് കിട്ടുന്ന എല്ലാ ട്രഷേഴ്സും ഒരു ബോക്സിൽ വയ്ക്കും. വൺ മോർണിംഗ് ലക്കി സോ സംതിങ് സ്പെഷ്യൽ ഇൻ ദ ഗാർഡൻ. ഒരു ദിവസം രാവിലെ ലക്കി ഗാർഡനിൽ സ്പെഷ്യലായിട്ടുള്ള എന്തോ കണ്ടു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. വാട്ട് ഈസ് ദാറ്റ് സ്പെഷ്യൽ തിങ്? എന്താണ് ആ സ്പെഷ്യൽ തിങ്? നോക്കാം. ഹേ ലൂസി, കം. ലൂസി വരൂ. ഹിയർ ഈസ് സംതിങ് സ്പെഷ്യൽ, ലക്കി കോൾഡ് ഔട്ട് ടു ഹിസ് സിസ്റ്റർ. ഇവിടെ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം കിടപ്പുണ്ട്, ലൂസിയോട് വിളിച്ചു പറഞ്ഞു. ലൂസി ലക്കിയുടെ സിസ്റ്ററാണ് കേട്ടോ. ലൂസി കെയിം അപ്പ് ടു ലക്കി. ലൂസി ലക്കിയുടെ അടുത്തേക്ക് വന്നു. സീ ദിസ്, ഇറ്റ്സ് നൈസ് ഈസിൻറ്റ് ഇറ്റ്? ഹി ആസ്ക്ഡ്. ഇത് നോക്കൂ, ഇത് നല്ലതാണല്ലോ, അവൻ ചോദിച്ചു. ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ, ലൂസി സെഡ്. ഇതൊരു ടോയ് സ്റ്റാർ ആണെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് ലൂസി പറഞ്ഞു. നോ നോ, ദിസ് ഈസ് നോട്ട് എ ടോയ് സ്റ്റാർ. ഇല്ല, ഇതൊരു ടോയ് സ്റ്റാർ അല്ല. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ട്രഷർ, സെഡ് ലക്കി. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ട്രഷറാണ് എന്ന് ലക്കി പറഞ്ഞു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ട്രഷർ? എന്താണ് ഈ ട്രഷറിന് സ്പെഷ്യൽ ആയിട്ടുള്ളത്? നോക്കാം. ദ ട്രഷർ ലുക്ക്ഡ് ലൈക്ക് എ സ്റ്റാർ. ആ ട്രഷറിനെ കണ്ടാൽ സ്റ്റാറിനെ പോലെ തോന്നുന്നു. ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി. ഇത് നല്ല തിക്കായിട്ടുള്ളതും കട്ടിയുള്ളതും ഗ്ലോസിയുമാണ്. ആൻഡ് എ ലിറ്റിൽ ഹെവി ടു. അല്പം വെയിറ്റുമുണ്ട്. ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. ഇത് കാണാനും ഭംഗിയുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ടോയ് സ്റ്റാർ. പക്ഷേ ഇതൊരു ടോയ് സ്റ്റാർ അല്ല. ലക്കി ടുക്ക് ദ ട്രഷർ ഇൻ ഹിസ് ഹാൻഡ്സ്. ലക്കി ആ ട്രഷർ അവൻ്റെ കയ്യിലെടുത്തു. വാട്ട് ഈസ് ഇറ്റ് ദെൻ? പിന്നെ എന്താ ഇത്? ലക്കി, ഡു യു ഹാവ് എനി ഐഡിയ? ലൂസി ആസ്ക്ഡ്. ലക്കി, നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലൂസി ചോദിച്ചു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. വാട്ട് ഈസ് ദാറ്റ് ട്രഷർ? ആ ട്രഷർ എന്താണ്? നോക്കാം. ഹൂസ് ട്രഷർ ഈസ് ദിസ്? ആരുടെ ട്രഷർ ആയിരിക്കും ഇത്? ലെറ്റ്സ് ഫൈൻഡ് ദ ഓണർ ആൻഡ് ഗീവ് ഇറ്റ് ബാക്ക്, ലൂസി സെഡ്. നമുക്കിതിൻ്റെ ഓണറെ കണ്ടെത്തി തിരിച്ച് നൽകാം, ലൂസി പറഞ്ഞു. ലെറ്റ്സ് ആസ്ക് മിലി. നമുക്ക് മിലിയോട് ചോദിക്കാം. ദ ചിൽഡ്രൻ വെൻറ്റ് ടു മിലീസ് ഹൗസ്. കുട്ടികൾ മിലിയുടെ ഹൗസിലേക്ക് പോയി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. ഈസ് ദാറ്റ് മിലീസ് ട്രഷർ? അത് മിലിയുടെ ട്രഷർ ആയിരിക്കുമോ? നോക്കാം. ലക്കി ആൻഡ് ലൂസി വെൻറ്റ് ടു മിലീസ് ഹൗസ്. ലക്കിയും ലൂസിയും മിലിയുടെ വീട്ടിൽ എത്തി. മിലി, ഹേ മിലി, ലക്കി കോൾഡ് ഔട്ട്. മിലി, ഹേ മിലി എന്ന് ലക്കി ഉറക്കെ വിളിച്ചു. മിലി ആൻഡ് ഹെർ മദർ കെയിം ഔട്ട്. മിലിയും മിലിയുടെ അമ്മയും പുറത്തേക്ക് വന്നു. സീ ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. ഇങ്ങോട്ട് നോക്കൂ, ഇത് ഞങ്ങൾക്ക് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. ഈസ് ഇറ്റ് യുവേഴ്സ്? ലക്കി ആസ്ക്ഡ്. ഇത് നിങ്ങളുടേതാണോ? ലക്കി ചോദിച്ചു. നോ നോ, ദിസ് ഈസ് നോട്ട് മൈൻ, മിലി റിപ്ലൈഡ്. ഇല്ല, ഇത് എൻ്റേതല്ല, മിലി മറുപടി പറഞ്ഞു. ദെൻ ഹൂസ് ട്രഷർ ഈസ് ദിസ്? ലക്കി ഹാഡ് നോ ഐഡിയ. പിന്നെ ഇത് ആരുടെ ട്രഷറാണ്? ലക്കിക്ക് ഒരു ഐഡിയയും ഇല്ല. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. വിൽ ദ ചിൽഡ്രൻ ഫൈൻഡ് ഔട്ട് ദ ഓണർ? കുട്ടികൾ ഓണറിനെ കണ്ടെത്തുമോ? ലക്കി ആസ്ക്ഡ് മെനി അതർ ഫ്രണ്ട്സ് അബൌട്ട് ദ ട്രഷർ. ലക്കി വേറെയും കുറേ ഫ്രണ്ട്സിനോട് ഈ ട്രഷർ ആരുടേത് എന്ന് ചോദിച്ചു. ബട്ട് ഹി കുഡിൻറ്റ് ഫൈൻഡ് ദ ഓണർ. പക്ഷേ അവർക്ക് ഓണറെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദെൻ ഐ വിൽ കീപ്പ് ഇറ്റ്, ഹി ഡിസൈഡഡ്. പിന്നെ ഞാനിത് സൂക്ഷിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. വെയർ വിൽ ലക്കി കീപ് ദ ട്രഷർ? എവിടെയായിരിക്കും ലക്കി ട്രഷറിനെ സൂക്ഷിക്കുക? നോക്കാം. വെയർ ഷാൾ ഐ കീപ് ഇറ്റ്? മൈ ട്രഷർ ബോക്സ് ഈസ് ഫുൾ, ലക്കി തോട്ട്. എവിടെ ഞാനിത് സൂക്ഷിക്കും? എൻ്റെ ട്രഷർ ബോക്സ് ഫുള്ളാണ്, ലക്കി ചിന്തിച്ചു. ഹി വെൻറ്റ് ടു ദ കിച്ചൺ ആൻഡ് ടുക്ക് എ ബിഗ് ഗ്ലാസ് ജാർ. അവൻ കിച്ചണിൽ പോയി ഒരു വലിയ ഗ്ലാസ് ജാർ എടുത്തു. ദെൻ ഹി പുട്ട് ദ ട്രഷർ ഇൻ ഇറ്റ്. പിന്നെ അവൻ ആ ഗ്ലാസ് ജാറിനുള്ളിൽ ട്രഷർ വച്ചു. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. കാണാൻ കൊള്ളാം.
ഗ്ലാസ് ജാറിനുള്ളിൽ സ്റ്റാർ ഇരിക്കുന്നത് കാണാൻ കൊള്ളാമെന്ന് ലക്കിക്ക് തോന്നുകയാണ്. ഹി ലൈക്ക്ഡ് ഹിസ് ന്യൂ ട്രഷർ. അവൻ്റെ ന്യൂ ട്രഷർ അവനെ ഇഷ്ടപ്പെട്ടു. ലക്കി പ്ലേസ് ദ ജാർ ഓൺ ഹിസ് ടേബിൾ. ലക്കി ഗ്ലാസ് ജാർ ടേബിളിന് മുകളിൽ വച്ചു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിൽ ലക്കീസ് പേരൻസ് അലോ ഹിം ടു കീപ് ദ ജാർ ദെയർ? ലക്കിയുടെ പേരൻസ് ആ ഗ്ലാസ് ജാർ അവിടെ വയ്ക്കാൻ അവനെ അനുവദിക്കുമോ? നോക്കാം. ഇൻ ദ ഈവനിങ് ലക്കി കെയിം ബാക്ക് ടു ഹിസ് റൂം. വൈകുന്നേരം അവൻ റൂമിലേക്ക് വന്നു. വാട്ട് എ സർപ്രൈസ്! ദ ട്രഷർ ഇൻ ദ ജാർ വാസ് ഷൈനിങ്. എന്തൊരു അതിശയം! ഗ്ലാസ് ജാറിലിരുന്ന് ട്രഷർ തിളങ്ങുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. ഈസ് ദ ട്രഷർ റിയലി എ സ്റ്റാർ? വാട്ട് ഡു യു തിങ്ക്? ഈ ട്രഷർ യഥാർത്ഥത്തിൽ റിയലി ഒരു സ്റ്റാർ ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നോക്കാം. ദ ലൈറ്റ് ഫ്രം ദ ട്രഷർ സ്പ്രെഡ് ഓൾ ഓവർ ദ റൂം. ആ ട്രഷറിൽ നിന്നുള്ള പ്രകാശം ആ റൂമിലാകെ നിറഞ്ഞു. ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, സെഡ് ലക്കി ഇൻ വണ്ടർ. ഓ, നിനക്ക് ഇത്രയും മനോഹരമായി തിളങ്ങാൻ കഴിയുമോ എന്ന് ലക്കി അതിശയത്തോടെ പറയുകയാണ്. ദ ട്രഷർ ബിങ്കിൾഡ് വൺസ്. ട്രഷർ ഒന്ന് മിന്നി അടഞ്ഞു, അതായത് കൺചിമ്മുക അതുപോലെ മിന്നി അടഞ്ഞു. ഇറ്റ് വാസ് എ ലിറ്റിൽ ഹോട്ട് ഇൻസൈഡ് ദ റൂം. റൂമിനുള്ളിൽ കുറച്ച് ചൂട് അനുഭവപ്പെട്ടു. ലക്കി ഓപ്പൺ ദ വിൻഡോ. ലക്കി വിൻഡോ ഓപ്പൺ ചെയ്തു. ദ സ്കൈ വാസ് ഫുൾ ഓഫ് സ്റ്റാർ. സ്കൈ ഫുൾ, ആകാശം ഫുള്ള് സ്റ്റാർസ് ആയിരുന്നു. സഡൻലി ഹി നോട്ടീസ്ഡ് സംതിങ് അപ്പ് ഇൻ ദ സ്കൈ. പെട്ടെന്ന് അവൻ എന്തോ ആകാശത്ത് ശ്രദ്ധിച്ചു. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ലക്കി സീ ഇൻ ദ സ്കൈ? എന്തായിരിക്കും ലക്കി ആകാശത്ത് കണ്ടത്? നോക്കാം. ലക്കി സോ എ മെസ്സേജ് ഇൻ ദ സ്കൈ. ലക്കി ആകാശത്ത് ഒരു മെസ്സേജ് കണ്ടു. ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ. ഒരു കുഞ്ഞു നക്ഷത്രം നഷ്ടപ്പെട്ടു എന്നായിരുന്നു മെസ്സേജ്. ലക്കി ലുക്ക്ഡ് അറ്റ് ദ ഗ്ലോയിങ് ട്രഷർ ഇൻ സർപ്രൈസ്. ലക്കി തിളങ്ങുന്ന ട്രഷറിനെ അതിശയത്തോടെ നോക്കി. ദ ട്രഷർ ഈസ് ഷൈനിങ് നൗ ജസ്റ്റ് ലൈക്ക് എ സ്റ്റാർ. ട്രഷർ ഇപ്പോൾ തിളങ്ങുന്നുണ്ട്, ഒരു സ്റ്റാറിനെ പോലെ. ഈസ് ഇറ്റ് റിയലി എ സ്റ്റാർ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ? ലക്കി ഗോട്ട് കൺഫ്യൂസ്. ഇത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർ ആണോ? അത് എങ്ങനെ ഇവിടെ താഴെ വരും? ലക്കി ആശയക്കുഴപ്പത്തിലായി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. ഈസ് ദ ട്രഷർ റിയലി എ സ്റ്റാർ? ഈ ട്രഷർ യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർ ആണോ? നോക്കാം. ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ? നീയാണോ ആ മിസ്സിംഗ് സ്റ്റാർ? ലക്കി ടുക്ക് ദ ട്രഷർ ഔട്ട് ഓഫ് ദ ജാർ ആൻഡ് ബെൻഡ് നിയർ ദ വിൻഡോ. ലക്കി ജാറിൽ നിന്ന് ട്രഷറിനെ പുറത്തെടുത്ത് ജനലിനടുത്തേക്ക് പോയി. ദ ട്രഷർ ഷോൺ ഈവൺ ബ്രൈറ്റർ. ട്രഷർ ഒന്നുകൂടി നന്നായി തിളങ്ങി. വാവ്, ആർ യു എ റിയൽ സ്റ്റാർ? ലക്കി വാസ് ത്രിൽഡ്. ഓ, നീയൊരു യഥാർത്ഥ സ്റ്റാർ ആണോ? ലക്കിക്ക് വളരെയധികം സന്തോഷമായി. ഡു യു വാണ്ട് ടു ഗോ ബാക്ക്? ദ ലിറ്റിൽ സ്റ്റാർ ട്വിങ്കിൾഡ് ജെന്റിലി. നിനക്ക് തിരികെ പോകണോ? ചെറിയ നക്ഷത്രം മിന്നിത്തിളങ്ങി. ഡോണ്ട് വെറി, ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദ സ്കൈ. വിഷമിക്കേണ്ട, തിരികെ ആകാശത്തേക്ക് പോകാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. ഹൗ വിൽ ലക്കി ഹെൽപ്പ് ദ സ്റ്റാർ റീച്ച് ദ സ്കൈ? എങ്ങനെ ലക്കി സ്റ്റാറിനെ ആകാശത്ത് എത്തിക്കും? നോക്കാം. ലക്കി കോൾഡ് ഹിസ് സിസ്റ്റർ ലൂസി. ലക്കി അവൻ്റെ സിസ്റ്റർ ലൂസിയെ വിളിച്ചു. ലുക്ക് അറ്റ് ദാറ്റ് മെസ്സേജ്. ലൂസി റീഡ് ദ മെസ്സേജ് ഇൻ ദ സ്കൈ. ആ മെസ്സേജ് നോക്കൂ. ലൂസി ആകാശത്തിലെ മെസ്സേജ് വായിച്ചു. കം ലെറ്റ്സ് ഡു സംതിങ്, ലക്കി സെഡ്. വരൂ, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ലക്കി പറഞ്ഞു. ലൂസി ആൻഡ് ലക്കി വെൻറ്റ് ഔട്ട് ഓഫ് ദ റൂം വിത്ത് ദ ജാർ. ലൂസിയും ലക്കിയും ജാറിനെയും കൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ ദേ ഡു നൗ? ഇനി എന്തായിരിക്കും അവർ ചെയ്യുക? നോക്കാം. ലക്കി ഹെൽഡ് ദ ലിറ്റിൽ സ്റ്റാർ അപ്പ് ആൻഡ് എൽഡ് ഔട്ട് ടു ദ സ്കൈ. ലക്കി ലിറ്റിൽ സ്റ്റാറിനെ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എൽഡ് മീൻസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹേ ലുക്ക്, യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. ഹേ, നോക്കൂ, നിങ്ങളുടെ ലിറ്റിൽ സ്റ്റാർ ഇവിടെയുണ്ട്. ബട്ട് ദെയർ വാസ് നോ റിപ്ലൈ. ബട്ട് ആകാശത്തു നിന്ന് ഒരു റിപ്ലൈയും ഒരു മറുപടിയും കിട്ടിയില്ല. ദ സ്റ്റാർസ് ആർ ഫാർ അവേ ഫ്രം അസ്, ദേ മേ നോട്ട് ഹിയർ അസ്, സെഡ് ലൂസി. നക്ഷത്രങ്ങൾ നമ്മളിൽ നിന്നും ഒരുപാട് അകലെയാണ്, നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാൻ കഴിയില്ലെന്ന് ലൂസി പറഞ്ഞു. വാട്ട് കൻ വി ഡു നൗ? ലക്കി ആസ്ക്ഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലക്കി ചോദിച്ചു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. വാട്ട് വിൽ ദ ചിൽഡ്രൻ ഡു നൗ? ഇനി എന്താണ് കുട്ടികൾ ചെയ്യാൻ പോകുക? നോക്കാം. ഇറ്റ് മേ ഫ്ലൈ സംടൈംസ്, സെഡ് ലൂസി.
ഇത് ചിലപ്പോൾ പറക്കുമായിരിക്കും, ലൂസി പറഞ്ഞു. ലെറ്റ്സ് ഷോ ഇറ്റ് ടു ദ സ്കൈ. ലെറ്റ് ഇറ്റ് ഫ്ലൈ. നമുക്ക് ആകാശത്തിലേക്ക് അതിനെ കാണിക്കാം, അത് പറക്കുമായിരിക്കും. ലൂസി ആൻഡ് ലക്കി വെന്റ് ടു ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. ലൂസിയും ലക്കിയും അവരുടെ വീടിൻ്റെ പുറകുവശത്തിലെ മുറ്റത്തേക്ക് പോയി. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. ക്യാൻ ദ ലിറ്റിൽ സ്റ്റാർ ഫ്ലൈ അപ്പ് ടു ദ സ്കൈ? ഈ ലിറ്റിൽ സ്റ്റാറിനെ ആകാശത്തേക്ക് പറക്കാൻ കഴിയുമോ? നോക്കാം. ദ ചിൽഡ്രൻ ബ്രോട്ട് എ ലാഡർ. കുട്ടികൾ ഒരു ഏണി കൊണ്ടുവന്നു. ലക്കി ക്ലൈംബ്ഡ് അപ്പ് ദ ലാഡർ. ലക്കി ഏണിയുടെ മുകളിലേക്ക് കയറി. ഹി ഓപ്പൺഡ് ദ ജാർ ആൻഡ് ഹെൽഡ് ഇറ്റ് ഓവർ ഹിസ് ഹെഡ്. അവൻ ജാർ ഓപ്പൺ ചെയ്ത് തലയ്ക്ക് മുകളിൽ പിടിച്ചു, ചിത്രത്തിൽ കാണുന്നത് പോലെ. നൗ ഫ്ലൈ അപ്പ്, ഹി സെഡ് ടു ദ ലിറ്റിൽ സ്റ്റാർ. അവൻ ലിറ്റിൽ സ്റ്റാറിനോട് ഇപ്പോൾ പറക്കൂ എന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് ഡിഡിൻറ്റ് മൂവ്. പക്ഷേ അത് അനങ്ങിയില്ല. ലക്കി ഫെൽറ്റ് സാഡ്. ലക്കിക്ക് വിഷമം തോന്നി. ഐ ഹാവ് എൻ ഐഡിയ, ലൂസി സെഡ്. എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് ലൂസി പറഞ്ഞു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. വാട്ട് ഈസ് ലൂസീസ് ഐഡിയ? എന്തായിരിക്കും ലൂസിയുടെ ഐഡിയ? കളക്ട് സം കാൻഡിൽസ് ക്യുക്ക്, സെഡ് ലൂസി. കുറച്ചു കാൻഡിൽസ്, മെഴുകുതിരികൾ കൊണ്ടുവരൂ എന്ന് ലൂസി പറഞ്ഞു. ലക്കി റാൻ ഇൻസൈഡ് ദ ഹൗസ്. ലക്കി വീടിനകത്തേക്ക് ഓടി. ഹി കളക്റ്റഡ് സം കാൻഡിൽസ് ഫ്രം ദ കബോർഡ്. അവൻ അലമാരയിൽ നിന്ന് കുറച്ച് കാൻഡിൽസ് എടുത്തു. ലക്കി ആൻഡ് ലൂസി ലിറ്റ് ഓൾ ദ കാൻഡിൽസ്. ലക്കിയും ലൂസിയും എല്ലാ മെഴുകുതിരികളും ലിറ്റ് ചെയ്തു, കത്തിച്ചു. ദേ അറേഞ്ച്ഡ് ദം ഓൺ ദ ടെറസ്. ടെറസിന് മുകളിൽ ഈ കാൻഡിൽസിനെ അറേഞ്ച് ചെയ്തു, പാഠപുസ്തകത്തിലെ ചിത്രത്തിൽ കാണുന്നത് പോലെ. ദ കാൻഡിൽ ലൈറ്റ്സ് ടുഗെദർ ഫോംഡ് എ മെസ്സേജ്. അവർ ഒരു മെസ്സേജ് പോലെ ഒരുമിച്ച് കാൻഡിൽ ലൈറ്റ്സ് കത്തിച്ചു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. വാട്ട് വാസ് ദ മെസ്സേജ്? എന്തായിരുന്നു ആ സന്ദേശം? നോക്കാം. ലക്കി ആൻഡ് ലൂസി പ്രിപ്പയർഡ് എ മെസ്സേജ് വിത്ത് കാൻഡിൽ ലൈറ്റ്. ലക്കിയും ലൂസിയും കാൻഡിൽ ലൈറ്റ്സ് കൊണ്ട് മെസ്സേജ് തയ്യാറാക്കി. യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. നിങ്ങളുടെ കുഞ്ഞു നക്ഷത്രം ഇവിടെയുണ്ട്, അതായിരുന്നു മെസ്സേജ്. ക്യാൻ ദേ റീഡ് അവർ മെസ്സേജ്? ലക്കി ആസ്ക്ഡ്. അവർക്ക് നമ്മുടെ മെസ്സേജ് വായിക്കാൻ കഴിയുമോ? ലക്കി ചോദിച്ചു. ലെറ്റ്സ് വെയിറ്റ് ഹിയർ, ലൂസി സെഡ്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, ലൂസി പറഞ്ഞു. ദേ വെയിറ്റഡ് ദെയർ ഫോർ സം ടൈം. കുറച്ച് സമയം അവർ അവിടെ വെയിറ്റ് ചെയ്തു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. വിൽ ദ സ്റ്റാർസ് റീഡ് ദ മെസ്സേജ്? വാട്ട് വിൽ ദേ ഡു? നക്ഷത്രങ്ങൾക്ക് ആ മെസ്സേജ് വായിക്കാൻ കഴിയുമോ? അവർ എന്ത് ചെയ്യും? നോക്കാം. ഫിസ് ദേ ഹിയർഡ് എ ക്രാക്ലിംഗ് സൗണ്ട് ഫ്രം ദ സ്കൈ. അവർ എന്തോ പൊട്ടുന്നത് പോലുള്ള സൗണ്ട് ആകാശത്തു നിന്ന് കേട്ടു. സംതിങ് വാസ് കമ്മിങ് ഡൗൺ ലൈക്ക് എ സ്ട്രിങ് ഓഫ് ലൈറ്റ്സ്. വെളിച്ചത്തിൻ്റെ സ്ട്രിങ്, ചരട് പോലെ എന്തോ താഴേക്ക് വരുന്നുണ്ട്. പാഠപുസ്തക ചിത്രത്തിൽ കാണുന്നത് പോലെ ആ സ്റ്റാറുകളുടെ ഒരു സ്ട്രിങ് ആണ്, കണ്ടോ. ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ കെയിം ഡൗൺ ആസ് എ ഗ്ലിറ്ററിംഗ് ചെയിൻ. തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഒരു ചെയിൻ പോലെ ആകാശത്തു നിന്ന് താഴേക്ക് വരാൻ തുടങ്ങി. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. വാട്ട് വിൽ ദ സ്റ്റാർസ് ഡു? ഇനി എന്താണ് ആ നക്ഷത്രങ്ങൾ ചെയ്യുക? നോക്കാം. ലക്കി ഹെൽഡ് ദ ജാർ അപ്പ്. ലക്കി ജാറിനെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ദ ചെയിൻ ഓഫ് സ്റ്റാർസ് ലിഫ്റ്റഡ് ദ ലിറ്റിൽ സ്റ്റാർ ജെന്റിലി. ആ നക്ഷത്രങ്ങളുടെ ചെയിൻ ലിറ്റിൽ സ്റ്റാറിനെ പതുക്കെ ഉയർത്തി. ദെൻ ദേ വെന്റ് ബാക്ക് ടു ദ സ്കൈ. ശേഷം അവർ ആകാശത്തേക്ക് മടങ്ങിപ്പോയി. ദ ചിൽഡ്രൻ ഗേസ്ഡ് അറ്റ് ദ സ്ട്രിങ് ഓഫ് സ്റ്റാർസ് ഇൻ സർപ്രൈസ്. കുട്ടികൾ ആ നക്ഷത്രങ്ങളുടെ ഒരു സ്ട്രിങ്, ചരട് പോലെ നക്ഷത്രങ്ങൾ വന്നില്ലേ, അത് അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. വിൽ ലക്കി ബി സാഡ് ഓർ ഹാപ്പി? വൈ? ലക്കി ദുഃഖിതനായിരിക്കുമോ അതോ സന്തോഷവാനായിരിക്കുമോ? എന്തുകൊണ്ട്? നോക്കാം. ഫൈനലി വി ഫൗണ്ട് ദ ഓണർ ഓഫ് ദ ട്രഷർ, ലക്കി സെഡ് ഹാപ്പിലി. അവസാനം നമ്മൾ ട്രഷറിൻ്റെ ഓണറെ കണ്ടുപിടിച്ചുവെന്ന് ലക്കി സന്തോഷത്തോടെ പറഞ്ഞു. ദെൻ എ മെസ്സേജ് അപ്പിയർഡ് ഇൻ ദ സ്കൈ. താങ്ക് യു ഫ്രണ്ട്സ്. അങ്ങനെ ആകാശത്ത് ഒരു മെസ്സേജ് അപ്പിയർഡായി, പ്രത്യക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, നന്ദി എന്നായിരുന്നു. ഓൾ ദ സ്റ്റാർസ് ട്വിങ്കിൾഡ് ടുഗദർ. എല്ലാ നക്ഷത്രങ്ങളും ഒരുമിച്ച് മിന്നിത്തിളങ്ങി. ദ ചിൽഡ്രൻസ് ഐസ് ഓൾസോ ഗ്ലിറ്റേർഡ് ലൈക്ക് സ്റ്റാർസ്. കുട്ടികളുടെ കണ്ണുകളും നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി. അതായത് കുട്ടികൾക്ക് സന്തോഷമായി. ഇതോടെ ഈ സ്റ്റോറി അവസാനിച്ചു. ഇനി ഇതിലൊരു പാട്ടുണ്ട്, പാട്ട് നമുക്ക് നോക്കാം. സ്റ്റാറി നൈറ്റ്, നക്ഷത്ര രാത്രി.
ഐ വാസ് എ ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർ ഇൻ ദ സ്കൈ. ഞാൻ ആകാശത്തെ ഒരു കൊച്ചുമിടുക്കൻ നക്ഷത്രമായിരുന്നു. ഐ വാസ് ഹാപ്പി ദെയർ ആൻഡ് ഷോൺ സോ ബ്രൈറ്റ്. അവിടെ ഞാൻ സന്തോഷത്തോടെ തിളങ്ങി നിന്നു. ഐ ഫെൽ ഡൗൺ വൺ നൈറ്റ് ഫ്രം ദ സ്കൈ. ഒരു രാത്രി ഞാൻ ആകാശത്തു നിന്ന് താഴെ വീണു. ഓ ഡിയർ ഫ്രണ്ട്സ്, ഐ ലോസ്റ്റ് മൈ ലൈറ്റ്. ഓ പ്രിയ കൂട്ടുകാരെ, എനിക്ക് എൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് 4 ലൈൻ നോക്കാം. നൗ ഐ റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് സോ സോഫ്റ്റ് ആൻഡ് കൂൾ. ഇപ്പോൾ ഞാൻ മണ്ണിൽ വളരെ മൃദുവായി വിശ്രമിക്കുന്നു. സ്റ്റിൽ ഐ മിസ് മൈ സ്റ്റാറി സ്കൈ. എങ്കിലും ഞാൻ എൻ്റെ നക്ഷത്ര ആകാശത്തെ മിസ് ചെയ്യുന്നു. ഓ ഡിയർ സ്കൈ, പ്ലീസ് ടേക്ക് മീ നിയർ. ഓ പ്രിയപ്പെട്ട ആകാശമേ, എന്നെ നിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ? ഐ വാണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ. എനിക്ക് വീണ്ടും തിളങ്ങാനും നൃത്തം ചെയ്യാനും ആഗ്രഹമുണ്ട് പ്രിയനെ. ഇത് സ്റ്റാർ ആകാശത്തിൽ നിന്ന് താഴെ വീണ് കിടക്കുമ്പോൾ ആകാശത്തിനോട് പറയുന്നതാണ്. ഹു സെഡ് ദ ഫോളോയിങ് ഡയലോഗ്. താഴെ തന്നിട്ടുള്ള ഡയലോഗ്സ് ആരാണ് പറഞ്ഞത്? റൈറ്റ് ദ സ്പീക്കേഴ്സ് നെയിം ഇൻ ദ ബോക്സസ്. സംസാരിച്ചവരുടെ പേരുകൾ ബോക്സിനുള്ളിൽ എഴുതുക. ഫസ്റ്റ് ഡയലോഗ് നോക്കാം. ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ? നീയാണോ ആ മിസ്സിംഗ് ആയ സ്റ്റാർ? ആരാ ഇത് പറഞ്ഞത്? ലക്കി. നെക്സ്റ്റ് ഡയലോഗ് നോക്കാം. ഐ തിങ്ക് ഇറ്റ്സ് എ ടോയ് സ്റ്റാർ. ഞാൻ വിചാരിക്കുന്നു ഇതൊരു ടോയ് സ്റ്റാർ ആയിരിക്കുമെന്ന്. ഈ ഡയലോഗ് പറഞ്ഞത് ആരാണ്? ലൂസി. പേജ് നമ്പർ 112 സി ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. ഈസ് ഇറ്റ് യുവേഴ്സ്? ഇത് നോക്കൂ, ഇത് ഞങ്ങൾക്ക് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. ഇത് നിൻ്റേതാണോ? ഈ ഡയലോഗ് പറഞ്ഞതാരാ? ലക്കി. പേജ് നമ്പർ 114. നോ നോ, ദിസ് ഈസ് നോട്ട് മൈൻ. ഇല്ല ഇല്ല, ഇത് എൻ്റേതല്ല. ഈ ഡയലോഗ് ആരാ പറഞ്ഞത്? മിലി. പേജ് നമ്പർ 114. ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്. ഓ നിനക്ക് വളരെ തിളക്കത്തോടെ പ്രകാശിക്കാൻ കഴിയും. ഇതാരാ പറഞ്ഞത്? ലക്കി. പേജ് നമ്പർ 116. നെക്സ്റ്റ് ഡയലോഗ് നോക്കാം. ഡോണ്ട് വെറി, ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദ സ്കൈ. വിഷമിക്കേണ്ട, ആകാശത്ത് എത്താൻ ഞാൻ നിന്നെ സഹായിക്കാം. ഈ ഡയലോഗ് ആരാ പറഞ്ഞത്? ലക്കി. പേജ് നമ്പർ 118. നെക്സ്റ്റ് ഡയലോഗ്. ദ സ്റ്റാർസ് ആർ ഫാർ അവേ ഫ്രം അസ്. നക്ഷത്രങ്ങൾ നമ്മളിൽ നിന്ന് വളരെ അകലെയാണ്. ഈ ഡയലോഗ് പറഞ്ഞത് ലൂസി. പേജ് നമ്പർ 119. ലെറ്റ്സ് വെയിറ്റ് ഹിയർ. നമുക്കിവിടെ കാത്തിരിക്കാം. ഈ ഡയലോഗ് പറഞ്ഞത് ലൂസി. പേജ് നമ്പർ 123. ഇതോടുകൂടി ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അവസാനിച്ചു. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഒരു റിഡിൽ ഞാൻ ചോദിക്കുകയാണ്. അതിൻ്റെ ആൻസർ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ചോദ്യം: ഇറ്റ് ഈസ് എ ബേർഡ് ബട്ട് ഇറ്റ് കാൺട്ട് ഫ്ലൈ. ആൻസർ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. നന്ദി.